Hello everyone, welcome back to our video lesson. We were dealing with the topic Lamb to the Slaughter, a short story written by Roald Dahl. So for the last two classes we discussed the introduction part for the first class. After that, for the second class we discussed the first some few paragraphs of this short story where we have got some details about the characters. So we have to understand, first of all, Mary Maloney is a character in this short story. She is the wife of a person, and we have not met that particular person. We have not heard his name in the short story till now. But in the coming pages, you can see his name, his profession, and what's happening. So till now we discussed many things related to this short story. Mary Maloney is a character. She actually patiently waits for her husband to come back from job place, and her husband is actually a professional private detective. Actually, that I am saying first, but we only know what's actually the profession of this particular her husband is. We know actually it after, but now you have to just understand. Actually, he's a private detective. Okay, then it will be very easy for you to understand the story. So we can go. So on the screen you can see some lines moving. This actually we discussed for the last class. Okay, hello darling, he said. Hello, he answered. So we discussed. Yes, this time. So we are here in a need to go on. So I think we stopped in this particular sentence. I will get it. You can see the sentence here. I will get it, she cried, jumping up. Sit down, he said. So we know that something actually going there. Some mistake in the relationship is going there. നമുക്കറിയാം, കാരണം ഹസ്ബൻഡ് വന്നിട്ട് എല്ലാ ദിവസവും ഉള്ള പോലെയല്ല ഇന്ന് ഹസ്ബൻഡിൻ്റെ ബിഹേവിയർ. He has got some changes to his mind, to his behavior towards his lovely wife. And as well as we know that this particular person, Mary Maloney, is pregnant for 6 months. അപ്പോൾ 6 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇവരുടെ ലൈഫിൽ എന്തോ സംഭവിക്കാനിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. So when he came back, she noticed that the new drink was dark amber with the quantity of whiskey in it. ഡാർക്ക് ആംബർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആംബർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണും യെല്ലോ ഒക്കെ കൂടിയിട്ടുള്ളൊരു കളറാണ്. ഓക്കെ, സോ വിസ്കി അതിൽ കൂടുതലായിട്ട് നിറച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഡാർലിംഗ്, ഷാൽ ഐ ഗെറ്റ് യുവർ സ്ലിപ്പേഴ്സ്? നോ, ഷീ വാച്ച്ഡ് ഹിം ആസ് ഹി ബിഗാൻ ടു സിപ്പ് ദ ഡാർക്ക് യെല്ലോ ഡ്രിങ്ക്. ആ സമയത്ത് ഹസ്ബൻഡ് ചോദിക്കാണ്, സ്ലിപ്പേഴ്സ് കൊണ്ടുതരണോ തനിക്ക്? ഓക്കെ, അവിടെ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്ന പോലെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ സ്ലിപ്പറാവാം, ചെരുപ്പാവാം. സ്ലിപ്പർ എന്നുള്ളതിന് മറ്റൊരു മീനിങ് ഉണ്ട്, മേൽ വസ്ത്രം. ഓക്കെ, അത് രണ്ടും ആവാം. ആൻഡ് ഷീ കുഡ് സീ ലിറ്റിൽ ഓയിൽ സോൾസ് ഇൻ ദ ലിക്വിഡ് ബിക്കോസ് ഇറ്റ് വാസ് സോ സ്ട്രോങ്. അപ്പോൾ മേരി മലോണി പറയാണ്, എനിക്ക് സ്ലിപ്പേഴ്സ് ഒന്നും ഇപ്പോൾ വേണ്ട. അവൾ തൻ്റെ ഹസ്ബൻഡ് കുടിക്കുന്ന ആ ഒരു മദ്യം അതിലോട്ട് നോക്കി ഇരിക്കുകയാണ്. അപ്പം ആ സമയത്ത് അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വൈലി സ്വേൾസ് എന്ന് പറഞ്ഞ ഒരുതരം ചുഴി, ഒരുതരം ആ ഒരു വീര്യം കൂടിയ മദ്യമായതുകൊണ്ട് തന്നെ അതിൽ കിടന്നിട്ട് ഇങ്ങനെ ചുഴിയൊന്നുണ്ടാവുന്നുണ്ട്. ഓക്കെ, അത്രയും സ്ട്രോങ് ആയതുകൊണ്ട്. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. I think it's a shame, she said, that when a policeman gets to be as senior as you, they keep him walking about on his feet all day long. ആ സമയത്ത് മേരി മലോണി പറയാണ്, ഇത് നാണക്കേടാണിത്. അവൾ പറയാണ് നാണക്കേടാണ്. എന്താണ് നാണക്കേട് എന്നാണ് പറയുന്നത്? നിങ്ങൾ അതേ റാങ്കിലുള്ള അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന, ആക്ച്വലി അത്രത്തോളം സീനിയർ അല്ലാത്ത, നിങ്ങൾ അത്രത്തോളം സീനിയറായ, ഏകദേശം നിങ്ങളുടെ അത്രത്തോളം പ്രവൃത്തി പരിചയമൊക്കെയുള്ള നിങ്ങളുടെ ഒരു ഓഫീസറിൻ്റെ പിറകെ നിങ്ങളിങ്ങനെ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആജ്ഞയും കേട്ട് നടക്കുന്നത് വളരെയധികം നാണക്കേടാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് വളരെയധികം നാണക്കേടാണെന്ന് ആര് പറയാണ്? മേരി മലോണി ഹസ്ബൻഡിനോട് പറയണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും പോലീസ്മാൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും അദ്ദേഹം എന്തൊരു ഓഫീസറാണെന്ന്. ഓക്കെ,
He didn't answer. So he bent her head again and went on with her swing. ആ സമയത്ത് മേരി മെലോണിയുടെ ഹസ്ബൻഡ് ഒന്നും പറയുന്നില്ല. അവൾ വീണ്ടും തൻ്റെ തുന്നൽ ജോലിയിലോട്ട് ഏർപ്പെടാണ്. കുനിഞ്ഞ് നിന്നിട്ട് തുന്നൽ ജോലിയിലിട്ട് തലയൊക്കെ കുനിച്ച് നിന്നിട്ട് ഏർപ്പെടാണ്. ബട്ട് ഈച്ച് ടൈം ഹി ലിഫ്റ്റഡ് ദ ഡ്രിങ്ക് ടു ഹിസ് ലിപ്സ് ഷീ ഹേർഡ് ദ ഐസ് ക്യൂബ്സ് ക്ലിക്കിംഗ് അഗെയിൻസ്റ്റ് ദ സൈഡ് ഓഫ് ദ ഗ്ലാസ്. ഓരോ സമയവും മേരി മെലോണിയുടെ ഹസ്ബൻഡ് ഗ്ലാസ് വായിലോട്ട് വെക്കുന്നു, അത് താഴ്ത്തുന്നു. അതൊക്കെ മേരി മെലോണി അറിയുന്നുണ്ട്. കാരണം അതിലുള്ള ഐസ് ക്യൂബ്സ് അതിൽ കിടന്നിട്ട് എന്ത് ചെയ്യാണ്, ക്ലിങ്കിങ്, അതിൽ കിടന്നിട്ട് സൗണ്ട്സ് ഉണ്ടാക്കുകയാണ്. ഒരു തരം കിലുങ്ങുന്ന സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഡാർലിംഗ്, ഷീ സെഡ്, വുഡ് യു ലൈക്ക് മീ to get you some cheese? I haven't made any supper because it's Thursday. മേരി മെലോണി ചോദിക്കാണ്, എന്തെങ്കിലും ഞാൻ കുറച്ച് ചീസ് നിങ്ങൾക്ക് കൊണ്ടുവന്നാലോ? ഇന്ന് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താണ്, ഇന്ന് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേകളിൽ ആക്ച്വലി ഇവർ പുറത്തു പോയിട്ടാണ് ഫുഡ് കഴിക്കാറ്. മേരി മെലോണിയും അവരുടെ ഹസ്ബൻഡും തേഴ്സ്ഡേകളിലെല്ലാം പുറത്തു പോയിട്ടാണ് ഫുഡ് കഴിക്കാറ്. അതുകൊണ്ട് ഇന്ന് തേഴ്സ്ഡേ ആണെന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നോ ഹി സെഡ്, അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ചീസൊന്നും വേണ്ട. If you are too tired to eat out, she went on, it's still not too late. There's plenty of meat and stuff in the freezer, and you can have it right here and not even move out of the chair. മേരി മെലോണി പറയാണ്, നിങ്ങൾ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടെന്ന് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് അവൾ വീണ്ടും പറഞ്ഞു പോവാണ്. ഒരുപാട് വൈകിട്ടൊന്നുമില്ല, ഒരുപാട് മീറ്റ്, ഇറച്ചി ഉണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ. അതുപോലെ സ്റ്റഫ് മീൻസ് നമ്മൾ ചെറിയ അടുക്കളയിലോട്ട് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, വീട്ടു സാധനങ്ങളെയാണ് സ്റ്റഫ് എന്ന് പറയുന്നത്. ഫ്രീസറിൽ ഒരുപാട് സ്റ്റഫുണ്ട്, മീറ്റുണ്ട്, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. സമയം ഒരുപാട് വൈകിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ പൊസിഷനിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. പുറത്തോട്ടൊന്നും പോവണ്ട, അവിടെ നിന്ന് എണീക്കുകയും വേണ്ട, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ആര് പറയാണ്, മേരി മെലോണി പറയാണ്. Her eyes waited on him for an answer, a smile, a little nod, but he made no sign. അവൾ തൻ്റെ ഹസ്ബൻഡ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹം ഒരു ചിരിക്കുകയാണ്. ലിറ്റിൽ നോഡ് മീൻസ് തല ഒന്നിങ്ങനെ കുലുക്കാണ്. പക്ഷെ ഒരു ആൻസറും അദ്ദേഹം കൊടുക്കുന്നില്ല മേരി മെലോണിക്ക്. എനിവേ ഷീ വെന്റ് ഓൺ, ഐ വിൽ ഗെറ്റ് യു സം ചീസ് ആൻഡ് ക്രാക്കേഴ്സ് ഫസ്റ്റ്. എന്ത് തന്നെ ആയാലും ഞാൻ എന്ത് ചെയ്യാം, അടുക്കളയിലോട്ട് പോവാം, കുറച്ച് ചീസ് കൊണ്ടുവരാം, കുറച്ച് ക്രാക്കേഴ്സ് കൊണ്ടുവരാം. ക്രാക്കേഴ്സ് മീൻസ് ഒരു തരം കട്ടി കുറഞ്ഞ ബിസ്ക്കറ്റാണ് ക്രാക്കേഴ്സ്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഹി സെഡ്. അദ്ദേഹം പറയുകയാണ്, എനിക്കിത് വേണ്ട. ഷി മൂവ്ഡ് അൺഈസിലി ഇൻ ഹെർ ചെയർ. ആ സമയത്ത് അവൾ അസ്വസ്ഥമായിട്ട് അവളുടെ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങാണ്, ചെയറിൽ ഇരുന്നിട്ട് തന്നെ. ദ ലാർജ് ഈസ് സ്റ്റിൽ വാച്ചിങ് ഹിസ് ഫേസ്, ബട്ട് യു മസ്റ്റ് ഹാവ് സപ്പർ. ഐ ക്യാൻ ഈസിലി ഡു ഇറ്റ് ഹിയർ, ഐ വുഡ് ലൈക്ക് ടു ഡു ഇറ്റ്. അവളുടെ ആ ഒരു ലാർജ് ഐസ്, വലിയ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ പറയാണ്, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിരിക്കണം, സപ്പർ എന്തായാലും കഴിച്ചിരിക്കണം. എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, എനിക്കത് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് അവൾ പറയാണ്. വി ക്യാൻ ഹാവ് ലാംബ് ചോപ്സ്. നമുക്കെന്തുണ്ട്, ഫ്രിഡ്ജിൽ എന്തുണ്ട്, ഇറച്ചിയുണ്ട്, ഫ്രീസറിൽ ഇറച്ചിയൊക്കെ ഉണ്ട്. ലാമ്പിൻ്റെ മീൻസ് ആടിൻ്റെ മീൻസ് ആട്ടിറച്ചിയുണ്ട്. ചോപ്സ് മീൻസ് അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ. ഓർ പോർക്ക്, എനിത്തിങ് യു വാണ്ട്, എവറിത്തിങ് ഈസ് ഇൻ ദ ഫ്രീസർ. അല്ലെങ്കിൽ നമുക്ക് പോർക്ക് കഴിക്കാം, നിങ്ങൾക്ക് എന്താ വേണ്ടത്, അത് ഫ്രീസറിലുണ്ട് എന്ന് ആര് പറയാണ്, മേരി മെലോണി പറയാണ്. ഫോർഗെറ്റ് ഇറ്റ്, ഹി സെഡ്. ഒന്നും വേണ്ട, അത് മറക്ക്, നീ ഇവിടെ ഇരിയെന്ന് പറഞ്ഞ്. ബട്ട് ഡാർലിംഗ്, യു മസ്റ്റ് ഈറ്റ്, ഐ വിൽ ഫിക്സ് ഇറ്റ് എനിവേ ആൻഡ് ദെൻ യു ക്യാൻ ഹാവ് ഇറ്റ് ഓർ നോട്ട് ആസ് യു ലൈക്ക്. ഷീ സ്റ്റുഡ് അപ്പ് ആൻഡ് പ്ലേസ്ഡ് ഹെർ സ്വീയിങ് ഓൺ ദ ടേബിൾ ബൈ ദ ലാമ്പ്. ഇപ്പോൾ മേരി മെലോണി, പക്ഷേ ഡാർലിംഗ്, നിങ്ങൾ എന്തായാലും കഴിച്ചിരിക്കണം, നിങ്ങൾ വളരെയധികം ടയേർഡാണ്, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ എന്തായാലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് മേരി മെലോണി എഴുന്നേൽക്കുകയാണ്. അവളുടെ കയ്യിലുള്ള തുന്നലിൻ്റെ സാമഗ്രികളൊക്കെ ആ ടേബിളിൽ, ലാമ്പുള്ള ടേബിളിൽ വെച്ചിട്ട് അവൾ എഴുന്നേൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ലാമ്പ് മീൻസ് വിളക്ക്, LAMP. പക്ഷെ നമുക്കിവിടെ ലാമ്പ് ടു ദ സ്ലോട്ടർ എന്നാണ്. ലാമ്പ് മീൻസ് ഇവിടെ നമ്മുടെ സ്പെല്ല് ഡിഫറെൻ്റ് ആണ്. LAMP ആണ് ഇവിടെ നിങ്ങൾക്ക് ഈ വിളക്കിന് കാണാൻ പറ്റുക. പക്ഷേ LAMB ആണ്, AB. LAMB ആണ് നമ്മളുടെ ലാമ്പ് മീൻസ് ആട്ടിൻകുട്ടി എന്നുള്ള രൂപത്തിൽ വരുന്നത്. Sit down, he said, just for a minute, sit down. It was not till then that she began to get frightened. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയണം, ഇരിക്കേ, ഒരു മിനിറ്റ് മാത്രം മതി, എനിക്ക് ഇരിക്കേ. പക്ഷേ മേരി മെലോണി ആക്ച്വലി ആ സമയത്ത് പേടിച്ചിട്ടുണ്ട്. പക്ഷെ അവൾ ആ സമയത്ത് മാത്രമല്ല, അതിന് മുമ്പേ പേടിച്ച് തുടങ്ങിയിട്ടുണ്ട്. തൻ്റെ ഹസ്ബൻഡിന് ഇന്നെന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ അവൾക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ട്.
Okay, go on, he said. Sit down. She lowered herself back slowly into the chair, watching him all the time with those large, bewildered eyes. He had finished the second drink and was staring down into the glass, frowning. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയാണ് ഇരിക്ക്. അവൾ പതിയെ ആ ചെയറിലോട്ട് ഇരിക്കുന്നു. അവളുടെ ആ വലിയ കണ്ണുകളോട് കൂടി ഹസ്ബൻഡിനെ നോക്കുന്നു. ആ കണ്ണുകളിൽ നമുക്ക് എന്ത് കാണാം? ബവിൽഡേഡ് ഐസ്, ഒരു തരം പരിഭ്രാന്തി അവളുടെ ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം രണ്ടാമതെടുത്ത ആ സ്ട്രോങ് വൈൻ അതും കുടിച്ച് തീർക്കുകയാണ്. എന്നിട്ട് ആ ഗ്ലാസ്സിലോട്ട് സ്റ്റാറിങ്, തുറിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൗണിങ്, നെറ്റി ചുളിക്കാണ്. ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് നെറ്റി ചുളിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ലിസൺ, ഹി സെഡ്, ഐ ഹാവ് ടു ഗോട്ട് സംതിങ് ടു ടെൽ യു. ആ സമയത്ത് അദ്ദേഹം പറയാണ്, എനിക്ക് ഒന്ന് ശ്രദ്ധിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തന്നോട് പറയാനുണ്ട് എന്ന് പറയാണ്. വാട്ട്സ് ഇറ്റ് ഡാർലിംഗ്, വാട്ട്സ് ദ മാറ്റർ? ഹി ഹാഡ് ബിക്കം അബ്സല്യൂട്ട്ലി മോഷൻലെസ് ആൻഡ് ഹി കെപ്റ്റ് ഹിസ് ഹെഡ് ഡൗൺ സോ ദാറ്റ് ദ ലൈറ്റ് ഫ്രം ദ ലാമ്പ് ബിസൈഡ് ഹിം ഫെൽ അക്രോസ് ദ അപ്പർ പാർട്ട് ഓഫ് ഹിസ് ഫേസ്. ആ സമയത്ത് മേരി മെലോണി ചോദിക്കാൻ, എന്താണ് പ്രശ്നം, എന്താണ് ഇഷ്യൂ, എന്താണ് മാറ്റർ? മേരി മെലോണി ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം വളരെയധികം മോഷൻലെസ്, ഒരുതരം നിശ്ചലാവസ്ഥയിലോട്ട് പോവാണ്. അദ്ദേഹത്തിനൊന്നും പറയാനുള്ളൊരു മൂഡില്ല. ആക്ച്വലി അദ്ദേഹം ഒരു തരം നിശ്ചയാവസ്ഥയിലോട്ട് പോവാണ്. അദ്ദേഹം തൻ്റെ തല എന്ത് ചെയ്യാണ്, കുറച്ച് താഴ്ത്താണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് അദ്ദേഹത്തിൻ്റെ കണ്ണിലോട്ട്, മുഖത്തോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുഖം താഴ്ത്താണ്. ഓക്കെ, ലീവിങ് ദ ചിൻ ആൻഡ് മൗത്ത് ഇൻ ഷാഡോ. ഷി നോട്ടീസ്ഡ് ദർ വാസ് എ ലിറ്റിൽ മസിൽ മൂവിങ് നിയർ ദ കോർണർ ഓഫ് ഹിസ് ലെഫ്റ്റ് ഐ. അദ്ദേഹം ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്നും ചിന്നും മൗത്തൊക്കെ എന്താണ്, നിഴലിലാണ്. അദ്ദേഹത്തിൻ്റെ മീൻസ് ആ ലാമ്പിൽ നിന്നുള്ള വെളിച്ചം അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുകളിലോട്ട് മാത്രം, നെറ്റിത്തടങ്ങളിലോട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഐ, ഇടത് കണ്ണിൻ്റെ അവിടെ ആ കണ്ണിൻ്റെ മസിൽസ് ഇങ്ങനെ ഇളകുന്നത് ആര് ലൈറ്റത്ത് കാണാണ്? മേരി മെലോണി കാണാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നോസും മൗത്തും ചിന്നും ഒക്കെ എന്താണ്, ആ ലൈറ്റിൽ കാണുന്നില്ല. അത് അദ്ദേഹം താഴ്ത്തി വെച്ചിരിക്കുകയാണ്. സോ എന്തോ നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി എ ബിറ്റ് ഓഫ് ഷോക്ക് ടു യു, ഐ എം അഫ്രെയ്ഡ്, ഹി സെഡ്. അദ്ദേഹം പറയാണ്, നിനക്കിത് ഷോക്കാവും, പക്ഷേ ഐ എം അഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ ഐ എം സോറി എന്നാണ് ഇവിടെ അർത്ഥം. ഐ എം അഫ്രെയ്ഡ്, ഐ എം സോറി. ഐ എം അഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടി എന്ന് മീനിങ് ഉണ്ട്, പക്ഷേ ഇവിടെ ഐ എം അഫ്രെയ്ഡ് മീൻസ് ഐ എം സോറി. But I have thought about it a good deal, and I have decided the only thing to do is tell you right away. അദ്ദേഹം പറയാണ്, എനിക്കിത് ഇപ്പോൾ പറയണം എന്ന് തോന്നുന്നുണ്ട്. ഇത് പറയുന്നതാണ് ഇപ്പോൾ ശരി. ഇത് പറയാതെ പോയാൽ അത് തെറ്റാണ്. ഓക്കെ, ഐ ഹോപ്പ് യു വോണ്ട് ബ്ലെയിം മീ ടു മച്ച്. ആൻഡ് ഹി ടോൾഡ് ഹെർ it didn't take long, 4 or 5 minutes at most, and she sat very still through it all, watching him with a kind of dazed horror as he went further and further away from her with each word. സോ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച വളരെയധികം സാഡാണ് ഇവിടെ. കാരണം ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലൊരു വിള്ളൽ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, അദ്ദേഹം പറയാണ്, ഞാൻ പറയുന്ന കാര്യത്തിൽ താൻ എന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സമയമൊന്നും നമുക്കിത് പറഞ്ഞു തീർക്കാൻ എടുക്കില്ല. 4-5 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവളിതെല്ലാം വളരെയധികം സൂക്ഷിച്ച് കേൾക്കുകയാണ് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന്. അവൾ ആക്ച്വലി വാച്ചിങ് ഹിം വിത്ത് എ കൈൻഡ് ഓഫ് ഡേയ്സ്ഡ് ഹൊറർ, ഭയങ്കരമായിട്ടുള്ളൊരു വിഭ്രാന്തിയോട് കൂടിയുള്ള ഒരു പേടി ഒക്കെ ഉണ്ടായിട്ട് അവൾ അദ്ദേഹത്തെ നോക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഓരോ വേർഡ് അദ്ദേഹം പറയുമ്പോഴും അവളിൽ നിന്ന് അദ്ദേഹം കൂടുതൽ അകന്ന് പോവാണ്. അവരുടെ റിലേഷൻഷിപ്പ് അകന്ന് പോവാണ്. ഓക്കെ, സോ ദർസ് ഇറ്റ്, ഹി ആഡഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഹി ആഡഡ്, ആൻഡ് ഐ നോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ബാഡ് ടൈം ടു ബി ടെല്ലിങ് യു. അദ്ദേഹം പറയുകയാണ്, ഇതൊരു നല്ല സമയമല്ല, ഇതൊരു മോശം സമയമാണ് എനിക്കിത് പറയാൻ പറ്റിയത്, കാരണം നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ബട്ട് ദർ സിംപ്ലി വാസ് നോട്ട് എനി അതർ വേ. അദ്ദേഹം പറയുകയാണ്, പക്ഷേ എനിക്കിപ്പോൾ മറ്റൊരു വഴിയൊന്നുമില്ല. ഓഫ് കോഴ്സ് ഐ വിൽ ഗിവ് യൂസ് മണി ആൻഡ് സീ യു ആർ ലുക്ക്ഡ് ആഫ്റ്റർ. ഞാൻ നിനക്ക് പണം തരാം, ഞാൻ നിന്നെ ഭാവി ജീവിതത്തിൽ കെയർ ചെയ്ത് കൊള്ളാം, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരാം. ബട്ട് ദർ നീഡ് റിയലി ബി എനി ഫസ്. ഐ ഹോപ്പ് നോട്ട് എനിവേ ഇറ്റ് വുഡ് നോട്ട് ബി വെരി ഗുഡ് ഫോർ മൈ ജോബ്. അദ്ദേഹം പറയുകയാണ്, നമുക്കിത്
വലിയ ഒച്ചപ്പാടൊന്നുമില്ലാതെ ഫസ് മീൻസ് ബഹളം, വലിയ ബഹളമൊന്നുമില്ലാതെ നമുക്കിത് പറഞ്ഞു തീർക്കാം. ബഹളമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു. ബഹളം ഉണ്ടാക്കുന്നത് ആക്ച്വലി എന്തല്ല, എൻ്റെ കരിയറിന്, എൻ്റെ ജോബിന് നല്ലതല്ല. അതുകൊണ്ട് നീ ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന് ആര് പറയാണ്? ഹസ്ബൻഡ് മേരി മലോണിയോട് പറയാണ്. ഹെർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് വാസ് നോട്ട് ടു ബിലീവ് എനി ഓഫ് ഇറ്റ്, ടു റിജക്റ്റ് ഇറ്റ് ഓൾ. ഇറ്റ് ഒക്കേർഡ് ടു ഹെർ ദാറ്റ് പെർഹാപ്സ് ഹി ഹാഡൻറ്റ് ഈവൻ സ്പോക്കൺ, ദാറ്റ് ഷി ഹെർസെൽഫ് ഹാഡ് ഇമാജിൻഡ് ദ വോൾ തിങ്. അവളുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് മീൻസ് ആ ചിന്ത, ആ ഒരു ഫസ്റ്റ് ബോധം എന്തായിരുന്നു? അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കണമെങ്കിൽ തന്നെ അതിനൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്യും, സിമ്പിളി റിജക്റ്റ് ചെയ്തിട്ട് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പിന്നെ അവൾ ചിന്തിക്കുകയാണ് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. കാരണം അവളൊരു മരവിപ്പിലോട്ട് പോയിട്ടുണ്ട്. ദാറ്റ് ഷീ ഹേഴ്സെൽഫ് ഹാഡ് ഇമാജിൻഡ് ദ ഹോൾ തിങ്. അവൾ ചിന്തിക്കുകയാണ് ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, ഇദ്ദേഹം കാര്യമായിട്ടൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ് പറഞ്ഞത്. മേ ബി ഇഫ് ഷീ വെൻറ്റ് അബൌട്ട് ഹെർ ബിസിനസ് ആൻഡ് ആക്റ്റഡ് ആസ് ദോ ഷീ ഹാഡൻറ്റ് ബീൻ ലിസണിങ്, then later when she sort of woke up again, she might find none of it had ever happened. അവളുടേതായിട്ടുള്ള ബിസിനസ്, അവളുടേതായിട്ടുള്ള ചിന്തകളിൽ മുഴുകിയിരുന്നിട്ടാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവൾ ആക്ച്വലി കേട്ടിട്ടുണ്ട്. ആ ഒരു മരവിപ്പിൽ അവൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവാണ്. ഓക്കെ, അത് അങ്ങനെ ആ ഒരു ചിന്തയിലിരിക്കുന്ന സമയത്ത് അവൾ എണീക്കാണ്, ആ ചേർന്ന് എണീക്കാൻ നിൽക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ചിന്തയിലാണ് അവൾ അവിടെ നിന്ന് എണീക്കുന്നത്. ഓക്കെ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവൾക്ക് തോന്നുന്നത്. ഐ വിൽ ഗെറ്റ് ദ സപ്പർ, ഷീ മാനേജ്ഡ് ടു വിസ്പർ. ആറ്റ് ദിസ് ടൈം ഹി ഡിഡ്ന്റ് സ്റ്റോപ്പ് ഹെർ. അവൾ ഒരു മരവിപ്പോട് കൂടി എണീറ്റിട്ട് ഞാൻ നിങ്ങൾക്ക് സപ്പർ കൊണ്ടുവരാം എന്ന് മെല്ലെ പറയാണ്. വിസ്പർ മീൻസ് മെല്ലെ, എന്താ പറയുക, നമ്മൾ പിറുപിറുക്കുമല്ലോ, മെല്ലെ പറയാം. ആ സമയത്ത് ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല. കാരണം അയാൾക്ക് പറയാനുള്ള കാര്യമെല്ലാം അയാൾ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞു. When she walked across the room, she couldn't feel her feet touching the floor. She couldn't feel anything at all except a slight nausea and a desire to vomit. അവൾ എണീറ്റിട്ട് റൂമിലൂടെ നടക്കുന്ന സമയത്ത് കാല് തറയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ടച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൾക്ക് അറിയുന്നില്ല. കാരണം അവൾ ആ ഒരു മരവിപ്പിലോട്ട് പോയിട്ടുണ്ട്. ഒന്നും അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. സ്ലൈറ്റ് നോസിയ മീൻസ് ഒരു തരം മരവിപ്പ് മാത്രമേ ഉള്ളൂ. വൊമിറ്റ്, ഡിസയർ ടു വൊമിറ്റ്. അതുപോലെ ഒരു വൊമിറ്റ് ചെയ്യാനുള്ളൊരു ഡിസയറും ഒരു ടെൻഡൻസി മാത്രമേ ഇപ്പോൾ അവൾക്കുള്ളൂ. എവറിത്തിങ് വാസ് ഓട്ടോമാറ്റിക് നൗ. ഡൗൺ ദ സ്റ്റെയർസ്, ദ സെല്ലാർ, ദ ലൈറ്റ് സ്വിച്ച്, ദ ഡീപ്പ് ഫ്രീസ്, ദ ഹാൻഡ് ഇൻസൈഡ് ദ cabinet taking hold of the first object in met. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് മേരി മലോണിക്ക് നടക്കുകയാണ്. അവൾ ഓട്ടോമാറ്റിക്കായിട്ട് ആകെ മരവിച്ചിട്ട് അവൾ സ്റ്റെപ്പ് അടിയിലോട്ട് ഇറങ്ങുന്നത് എവിടേക്ക്? SLR ഉള്ളറയിലോട്ടാണ് ഇറങ്ങുന്നത്. അടിയിലൊരു ഉള്ളറയുണ്ട്. ആ അറയിലോട്ട് ഇറങ്ങിയിട്ട് അവിടെയാണ് ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാണ്. ഫ്രീസറിലോട്ട് അകത്തോട്ട് കൈയിടുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ് അവളുടെ കയ്യിൽ കിട്ടുന്നത് അത് അവൾ എടുക്കുകയാണ്. ഷി ലിഫ്റ്റഡ് ഇറ്റ് ഔട്ട്. അത് അവൾ പുറത്തോട്ട് എടുത്തു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അതിലോട്ട് നോക്കി. ഇറ്റ് വാസ് റാപ്ഡ് ഇൻ പേപ്പർ. സോ ഷീ ടുക്ക് ഓഫ് ദ പേപ്പർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് അഗെയിൻ. എ ലെഗ് ഓഫ് ലാമ്പ്. അത് പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയായിരുന്നു. അവൾ ആ പേപ്പർ എടുത്ത് മാറ്റി. അപ്പോൾ അതിന് അകത്തുള്ളത് ആക്ച്വലി എന്താണ്? എ ലെഗ് ഓഫ് ലാമ്പ്, ഒരു ആടിൻ്റെ കാലാണ്. ഓക്കെ, ഒരു ആട്ടിൻ കാലാണ് അതിന് ആ ഫ്രീസറിൽ നിന്ന് അവൾക്ക് കിട്ടിയത്. ഓൾ റൈറ്റ് ദെൻ they would have lamb for supper. ആ സമയത്ത് അവൾ ചിന്തിക്കുകയാണ് എന്നാൽ ഇന്ന് ആട്ടിറച്ചി ആവാം സപ്പറിന്. ഷീ ക്യാരിഡ് ഇറ്റ് അപ്സ്റ്റേഴ്സ് ഹോൾഡിംഗ് ദ തിൻ ബോൺ എൻഡ് ഓഫ് ഇറ്റ് വിത്ത് ബോത്ത് ഹെർ ഹാൻഡ്സ്. ആ ആടിൻ്റെ കാലിൻ്റെ രണ്ട് ഭാഗത്തും ചെറിയ കട്ടി കുറഞ്ഞ എല്ലുണ്ട്. ആ രണ്ട് എല്ലുമേലും പിടിച്ചിട്ട് അവൾ മെല്ലെ സ്റ്റെപ്പ് കയറാണ്. ആൻഡ് ആസ് ഷീ വെന്റ് ത്രൂ ദ ലിവിംഗ് റൂം ഷീ സോ ഹിം സ്റ്റാൻഡിങ് ഓവർ ബൈ ദ വിൻഡോ വിത്ത് ഹിസ് ബാക്ക് ടു ഹെർ ആൻഡ് ഷീ സ്റ്റോപ്ഡ്. ആ സമയത്ത് ലിവിങ് റൂമിലൂടെ കിച്ചണിലോട്ട് പോകുന്ന സമയത്ത് അവൾ ഹസ്ബൻഡ് ജനലിലൂടെ പുറത്തോട്ട് നോക്കി നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ജനലിലൂടെ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. ആ ഒരു കാഴ്ച അവൾ മേരി മലോണി കാണുകയാണ്. ആ സമയത്ത് അവൾ അവിടെ നിൽക്കുകയാണ്. മേരി മലോണി അവിടെ സ്റ്റക്ക് ആവാണ്. ഓക്കെ, ആ സമയത്ത് മേരി മലോണിയുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ് വരുന്നത്. So what will happen for the next pages we can see. അപ്പോൾ കുറച്ച് ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊന്ന് വായിക്കാം. ഓക്കെ, അടുത്തൊരു 2 പേജ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.